ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, സാംസ്കാരിക വകുപ്പ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 30 മുതൽ ഡിസംബർ 3 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവം അരങ്ങേറുക. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവം, ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ, സാഹിത്യ ചർച്ചകൾ, മാധ്യമ സെമിനാർ, നാടകം, കഥ, കവിത, കഥാപ്രസംഗ മത്സരം, ചർച്ചകൾ, ദൈവദശകത്തെ ആസ്പദമാക്കി കേരള കലാമണ്ഡലം ഒരുക്കുന്ന നൃത്താവിഷ്കാരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ഉണ്ടാകും. സാഹിത്യ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് കെ ചന്ദ്രു നിർവഹിക്കും. സാഹിത്യകാരി അനിത നായർ മുഖ്യാതിഥിയാകും. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനെ ചടങ്ങിൽ ആദരിക്കും. പകൽ 2-ന് അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ക്യൂറേറ്റർ ഷാർലറ്റ് കോട്ടനുമായി സംവാദ സദസ്സ്, ഓപ്പൺ എഡ്യൂക്കേഷൻ സെമിനാർ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉമാ കഞ്ചിലാൽ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം നർത്തകി രാജശ്രീ വാര്യർ നിർവഹിക്കും. ജസ്റ്റിസ് ചന്ദ്രു 30-ാം തീയതി രാവിലെ 10 മണിക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. മെയിൻ ഓഡിറ്റോറിയം, ശ്രീനാരായണ ഗുരു സമുച്ചയത്തിലെ മെയിൻ ഓഡിറ്റോറിയമാണ് സ്റ്റേജ് നമ്പർ 1 ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെയാണ് ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ അവിടെ തന്നെ ഓപ്പൺ എഡ്യൂക്കേഷൻ്റെ വർത്തമാനം ഭാവി എന്ന സെമിനാറാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവിൻ്റെ വൈസ് ചാൻസലറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഡിസംബർ 3-ന് മാറുന്ന ലോകവും നിലപാടുകളും വിഷയത്തിലുള്ള പാനൽ ചർച്ചയിൽ പ്രകാശ് കാരാട്ട് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ഡിസംബർ 3-ന് സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ V. വേണു മുഖ്യാതിഥിയാകും. കൊല്ലത്ത് സംഘാടകർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വൈസ് ചാൻസലർ VP ജഗതിരാജ്, പ്രോഗ്രാം ജനറൽ കൺവീനർ ബിജു K. മാത്യു, സിൻഡിക്കേറ്റ് അംഗങ്ങളായ K. ശ്രീവത്സൻ, A. നിസാമുദ്ദീൻ, C. ഉദയകല തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.